ടു നാവിൻ രുചി. ഇന്ന് നമ്മളൊരു അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. സ്കൂളിലും ഓഫീസിലും ഒക്കെ പോകുന്നവർക്ക് ചോറിന് പകരം കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി പനീർ ഫ്രാങ്കി റോളാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കട്ടിത്തൈര്, 1 ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ലെമണും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മസാല പിടിക്കാനായി വെക്കാം. ഇനി ഇതിന് വേണ്ട ഒരു ഗ്രീൻ ചട്നി നമുക്ക് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സി ജാറിൽ ഒരു കൈ നിറയെ മല്ലിയില, അതേ അളവിൽ തന്നെ പുതിനയിലയും, പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു പച്ചമുളകും, 1/4 ടീസ്പൂൺ ചാട്ട് മസാല, ആവശ്യത്തിന് ഉപ്പും, 1 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അങ്ങനെ നമ്മളുടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാലഡ് തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിൽ 1 കപ്പ് സവാള, 1 കപ്പ് ക്യാബേജ്, 1 കപ്പ് പർപ്പിൾ ക്യാബേജ്, 1/2 കപ്പ് അളവില് ക്യാപ്സിക്കം, 1 കപ്പ് ക്യാരറ്റ്, ആവശ്യത്തിന് ഉപ്പും, 1/4 ടീസ്പൂൺ ചാട്ട് മസാലയും, 1/2 ലെമൺ പിഴിഞ്ഞതും, 1/2 ടീസ്പൂൺ ഓർഗാനോയും, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന പനീർ ഓരോന്നായി ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മളുടെ പനീർ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ചപ്പാത്തി എടുത്ത് അതിലേക്ക് ഈ ഗ്രീൻ ചട്നി ഒഴിച്ച് നന്നായി പരത്തി കൊടുക്കുക. ഇനി അതിന്റെ മുകളിലേക്ക് മിക്സ് ചെയ്ത് വെച്ച സാലഡും പിന്നെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച പനീറും വെച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഗ്രീൻ ചട്നി നന്നായി ഒഴിച്ചു കൊടുക്കുക. ഒരു ബട്ടർ പേപ്പറിലോ ഇല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ പേപ്പറിലോ വെച്ച് റോൾ ചെയ്തെടുത്താൽ നല്ല അടിപൊളി രുചിയിൽ പനീർ ഫ്രാങ്കി റോൾ തയ്യാർ. സ്കൂളിലും ഓഫീസിലും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.